അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്ന്, ഒരിക്കലും അള്ളാഹുവിനെ നമുക്ക് ഈ ലോകത്ത് നിന്ന് നേരിട്ട് കാണുവാൻ സാധിക്കുകയില്ല. ലാ തുദരിക്കുൽ അബ്സാർ വഹുവ യുദരിക്കുൽ അബ്സാർ. ഒരിക്കലും കണ്ണുകളെ അവൻ കണ്ടെത്തും, എന്നാൽ കണ്ണുകൾക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിനെ നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെ പോലെ മറ്റാരുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. അപ്പം അപ്രകാരം രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, അഥവാ ഒരു പാർട്ട്ണറുമില്ല. അവൻ ഏകനാണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിലൊന്നാമതായിക്കൊണ്ട് നാം അറിയേണ്ടത്, അല്ലാഹു തആല ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ശരിയാവണ്ണം പഠിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചങ്ങളിലേക്ക് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു വൻ ശക്തി ഉണ്ട് എന്നതിലേക്ക് നമ്മുടെ ചിന്ത സ്വാഭാവികമായും എത്തപ്പെടുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ കൂടുതൽ അടുത്തറിയുവാനും വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചക ജീവിതവും കൂടുതൽ അടുത്തറിയുവാനും അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിക്കൊണ്ട് ഇന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിക്കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു പഠന വിധേയമാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.